ഇനി യേശുക്രിസ്തുവിന്റെ വേറൊരു വിശേഷത, ഈ ഭൂമിയിൽ താന് 33 വർഷം തൻ്റെ മഹിമയുള്ള ജീവിതമായിരുന്നു. ആ ജീവിച്ചപ്പോഴെല്ലാം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ് തെളിയിച്ചാ പോയത്. അല്ലാതെ ചത്ത് കഴിഞ്ഞേച്ചല്ല ദൈവമായത്, ജീവിച്ചിരുന്നപ്പോഴേ ദൈവമാണ് തെളിയിച്ചു. ഇപ്പം എല്ലാം ദൈവം കളിക്കുന്നവരുണ്ട്, ആണും പെണ്ണും എല്ലാം ദൈവം കളിക്കുക. ചത്ത് കഴിയുമ്പോഴാണ് ജലത്തെ ദൈവമാക്കുന്നത്. ചിലതിപ്പം ജീവിച്ചിരിക്കുമ്പോഴും ദൈവം കളിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ വരെ ദൈവം കളിക്കുന്നത്. അതെ, നമ്മുടെ വിഷയം അതല്ല. കാരണം പറയാറുന്ന നാളെയൊക്കെ യോഗം ഉള്ളത് കൊണ്ടാണ്. ഇന്നുകൊണ്ട് യോഗം അങ്ങ് പിരിച്ചുവിടുകാരനെ പറഞ്ഞ ഞാനും പോയാനും നിങ്ങളുമൊക്കെ മിക്കാറും പോയാനും. 1-2 തെളിവ് തരാം. ഈ സാക്ഷിക്കാരെന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളുടെ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോ പുത്തൂരുണ്ടെന്ന് അറിയത്തില്ല. സാക്ഷിക്കാർ അങ്ങ് തെളിക്കണ്ട, സാക്ഷിക്കാർ. അപ്പം അവർ പറയുന്ന യേശു ദൈവം അല്ലെന്നാ. ഏതെങ്കിലും സാക്ഷി ഇതിനകത്തുണ്ടെങ്കിൽ സാക്ഷിക്ക് 1-2 വാക്യം തരാം. അമ്മ ഇരിക്കുകയായിരിക്കും അതിനിടെ സാക്ഷി. അപ്പോൾ അവർ പറയുന്ന യേശു ദൈവം അല്ലെന്നാ, യേശു ക്രിസ്തു ആ ദൈവം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ജീവിച്ചിരുന്നപ്പോൾ ദൈവമാണെന്ന് മനുഷ്യനാണെന്ന് തെളിയിച്ചാ പോയത്. അതിന് 1-2 ഉദാഹരണം. ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യനാണെന്നും ദൈവമാണെന്ന് തെളിയിച്ചു. അത് ഒരേ സമയത്ത് തന്നെ തെളിയിച്ചെന്നുള്ളതാണ്. അറിവുള്ള ഭാഗ്യമാ. ഉദാഹരണം നമുക്കറിയാമല്ലോ, കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ചെന്നു. ക്ഷണിച്ചപ്പോഴാണ് ചെന്ന്. അവിടെ ഒരു പദമുണ്ട്, യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചു. അത് മനുഷ്യൻ എന്നുള്ള നിലയിലാണ് പോയത്. അമ്മ വഴി ബന്ധുവും യോഹന്നാൻ്റെ കല്യാണമാണെന്ന് പറയുന്നു. അപ്പോൾ അവർ ക്ഷണിച്ചു. അത് അതനുസരിച്ച് ക്ഷണം സ്വീകരിച്ച് അതിൻ്റെ മര്യാദയാണ്, നാട്ടുമര്യാദയാണ്. അങ്ങനല്ലയോ ഇത് ക്ഷണിച്ചെന്ന് അല്ലേ? നമുക്കിതറിയാമെങ്കിൽ അറിയാൻ മേലാത്തവരുണ്ടെന്ന് ഇതിനിടയിലുമൊക്കെ. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ക്ഷണിച്ചിരുന്നു. അപ്പം ക്ഷണിച്ചത് കൊണ്ടായി. ക്ഷണിച്ചാലേ പോകാവൂ. ചിലരെ കല്യാണത്തിന് വിളിക്കുമൊന്നും വേണ്ട, കല്യാണക്കുറി വഴി കിടന്ന് കിട്ടിയാൽ മതി. അവർ കുറിയടിച്ചുകൊണ്ട് ഇപ്പം താഴെ പോയതാണ്. ആയിരത്തോടെ നേരെ അങ്ങ് പോവുക. പുത്തൂർ മാർത്തമ്മ പാരിഷു അങ്ങ് പോവുക. പിന്നെ ചിലർ കല്യാണത്തിന് വിളിക്കുമ്പോൾ അവരുടെ മര്യാദ അനുസരിച്ച് വിളിക്കും. എല്ലാവരും വരണമെന്ന്. ഉടനെ ഒരു ഓട്ടം നിറച്ചങ്ങ് പോവാന്നോ, അങ്ങ് പോവുക. ഈ വകതിരിവില്ലാത്തൊക്കെ ഒത്തിരി ഉണ്ട്. വിളിച്ചവർ കിടന്ന പരക്കം പായ ഓടിച്ചോടത്തിന് ചുറ്റും. ഏതായാലും യേശു എല്ലാത്തിനും മാതൃക ക്രിസ്തുവാണ്. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചു. കർത്താവ് അവിടെ ചെന്നു. അത് മനുഷ്യൻ എന്ന നിലയിൽ ചെന്നതാണ്. ഇനി ആ ഭാഗം നിങ്ങൾക്കറിയാം എന്നേക്കാൾ നന്നായിട്ട്. പക്ഷേ കല്യാണത്തിന് അല്പം പ്രശ്നമുണ്ടായി. കലവറയിൽ ഒരല്പം ബുദ്ധിമുട്ടായി. വീഞ്ഞ് തീർന്നു. അപ്പോൾ പ്രശ്നമായി. ആ ഭാഗം നിങ്ങൾക്കറിയാം. അപ്പോൾ യേശുവിൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, യേശു ക്രിസ്തു പറഞ്ഞു, ആ കൽപാത്രത്തിൽ വെള്ളം. അപ്പോൾ വെള്ളം കോരി നിറച്ച് കോരി കൊടുക്കാൻ പറഞ്ഞു. അത് വീഞ്ഞാക്കി. അത് ദൈവമാണ് തെളിയിച്ചതാണ്. മനുഷ്യനായതുകൊണ്ട് കല്യാണ വീട്ടിൽ ചെന്നു, അവരോട് സഹകരിച്ചു. ദൈവമാണ് തെളിയിച്ചു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഹല്ലേലൂയ. അപ്പോൾ കല്യാണത്തിന് ക്ഷണിച്ചു. അത് മനുഷ്യൻ എന്നുള്ള നിലയിൽ ചെന്നു. പ്രശ്നം വന്നപ്പോൾ പരിഹരിച്ച് വെള്ളം വീഞ്ഞാക്കി. ദൈവമാണ് തെളിയിച്ചു. മനുഷ്യൻ എന്ന നിലയിൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ആ ഭാഗം തന്നെ പിടിക്കുമ്പോൾ വേറൊരു പ്രയോഗമുണ്ട്. പിടിക്കാൻ വന്ന കുറത്തം ബോധം കെട്ട് വീണു. അത് ദൈവമാണ് തെളിയിച്ചതാണ്. എന്ന് പറഞ്ഞാൽ നീ എല്ലാവരെയും തൊടാൻ ചെല്ലും പോലെ ജീവിക്കുന്നവനെ കയറി തൊടരുത്. അവിടെ ഇവിടെ ഉപദേശമാരെ നീ തോണ്ടി ബൈബിള് കത്തിച്ചു, ട്യൂബ് അടിച്ചൊടിച്ചു, ബൈബിളിൻ്റെ 1-2 ഭാഗം കീറിക്കളഞ്ഞു, ഉപദേശിയുടെ താടിക്കൊരു തേമ്പ് തേമ്പി, ഉപദേശി സ്തോത്രം പറഞ്ഞു പോയി. അങ്ങനെ എല്ലാവരും കയറി നീ തോണ്ടരുത്. ഇപ്പം പിന്നെ ആരാണ്ടൊക്കെ തിരിച്ചടിക്കുന്നതൊക്കെ കേൾക്കുന്നു. പിന്നെ മേല് നോക്കുമ്പോൾ പിന്നെ തല്ലിയല്ലേ. ഞാനൊന്നും ചെയ്യത്തില്ല. എന്നെ തല്ല് കൊണ്ടോട്ട് സ്തോത്രം പറഞ്ഞു പോകുന്നല്ലാതെ ഒന്നിനും കൊള്ളുകയല്ല എന്നെ. അതിന് യാതൊരു പണ്ടൊരു ഉപദേശിക്കറി മൊട്ടത്തലയാന്ന് വിളിച്ചു. നടന്നപ്പോൾ അറിയാമായിരുന്നല്ലോ. ഉപദേശിമാരും അങ്ങനെ ആയിരുന്നു. മുടിയൊന്നും വളർത്തുന്നില്ലായിരുന്നു. ഇവിടുത്തെ ചില ഉപദേശിമാരെ നിങ്ങൾ കണ്ടിട്ടില്ല? മുടി ശുശ്രൂഷകയുടെ മുഖത്താണ്. അവൻ നേരം ചൊവ്വനെ മുടി പോലും വെട്ടിക്കാൻ. ഇന്ന് രാത്രി ഒരു പിട്ടുതല്ല. ഈ മുടിവെട്ട് കാണുമ്പോൾ അറിയാം നീ ഗുണം വന്നാന്നോ ഇല്ലയോ എന്ന്. അതിനിപ്പോൾ പ്രാർത്ഥിച്ച് നോക്കുമൊന്നും വേണ്ട. എൻ്റെ ആ ജയിപ്പും മുഖവും ഒക്കെ കാണുമ്പോൾ അറിയാം നീ ഗുണമുള്ളതാണെന്നോ ഇല്ലയോ എന്ന്. എൻ്റെ വിഷയം അതല്ലല്ലോ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ എന്തായാലും കൊള്ളാം, ജീവിച്ചിരുന്നപ്പോൾ ആ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിട്ട് ക്രിസ്തു തെളിയിച്ചു. ഒരു കാര്യം പറയാം, പാമ്പ്
കാട്ടിലെയും അമ്മാമ്മ തോട്ടത്തിലെയാ. തോട്ടത്തിലെ അമ്മാമ്മ കാട്ടിലെ പാമ്പുമായിട്ട് അധികം മിണ്ടായിരിക്കുന്നതാ. അത്യാവശ്യം ഫോൺ വരും. ഹലോ, ആരാ വിളിക്കുന്നത്? അതിനെയാണ് ആട്ടെ, അച്ഛാൻ ഇവിടെ വരുമ്പോൾ പറയാം. ആട്ടെ, ആരാ വിളിക്കുന്നത്? പേര് ആ കൊച്ച. പറയാം. ആട്ടെ, അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പറയണോ? അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ വേണം. ആട്ടെ, ഇത്രയും പറഞ്ഞാൽ പോരെ. ഇതങ്ങനല്ലല്ലോ. ഹലോ ഉണ്ണേ, അവൻ ടൂണമാ. ഹലോ ആരാന്ന് പറ. ഉണ്ണേ, ഇവിടുന്ന് അമ്മാമ്മ. സാമാണോ? ഉണ്ണേ, അവിടുന്ന് ബ്ലസനാന്നോ? ഉണ്ണേ, അവിടുന്ന്. ആരാ? പറ പറയുന്നേ. പറ. എല്ലാം മനസ്സിൽ നീ ഇവിടെ ഇങ്ങനെ അറകല തുള്ളുമ്പോൾ ആത്മാവിലാകുമല്ലോ. ഫോണൊക്കെ സൂക്ഷിച്ചോണം. ആവശ്യമില്ലാത്ത മിസ് കോളും ആവശ്യമില്ലാത്ത മെസ്സേജും ആവശ്യമില്ലാത്ത ഫോട്ടോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ മാറ്റണം. എന്തിക്കോസുകാർക്കുള്ള ദൂതും കൂടാ. ഭാര്യയുടെ ഫോണേ ഭർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കും 2 ആഴ്ചത്തേക്ക്. അച്ഛാ പരിശോധിച്ചു തരാം. കൊടുക്കാവോ? ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് മിക്കതും ഡിലേറ്റ് ചെയ്യും. ഭർത്താവിൻ്റെ ഫോണ് ഭാര്യയുടെ കയ്യിലോട്ട് കൊടുക്കും 2 ആഴ്ചത്തേക്ക്. ചിലർ കൊടുക്കും. എല്ലാവരും കൂടെ കൊടുത്താൽ കുടുംബക്കോടതി 10-12 കൂടെ വരണം പുത്തൂര്. വിശ്വാസിയുടെ ഫോണേ ഉപദേശിയുടെ കയ്യിലോട്ടൊന്ന് കൊടുക്ക. ഭാഷ ഇതൊക്കെ പരിശോധിച്ചതാ. പാഷന്മാരുടെ ഫോണ് വിശ്വാസിയുടെ കയ്യിലോട്ട് വന്ന് എനിക്ക് ഒരു വാക്യം ഓർമ്മ വരുന്നു. അനന്തര സ്വർഗത്തിൽ 1/2 മണിക്കൂർ നീ കർക്കശമായി വേർപാട് പാലിക്കണം. ഞാനത് പ്രസംഗിക്കുന്നില്ല, സമയമില്ലാത്ത കൊണ്ടാണ്. വാട്ടം, ചുളുക്കൻ, കറ, മാലിന്യമൊന്നുമില്ലാത്ത ശുഭ്രമായി നിൽക്കുന്ന തിരുസഭയെ ചേർക്കാൻ യേശു വീണ്ടും വരും. മരിച്ചു പോകരുത്. ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നരകൊണ്ട് നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം. അതിനുള്ള ഉപദേശം പ്രാരംഭമായിട്ട് ചെറിയ തോതിൽ പറഞ്ഞത്: 1 രക്ഷിക്കപ്പെടണം, 2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, 3 പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് ആരാധിക്കണം, 4 വേർപാട് പാലിക്കണം.